അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മദനിയം കുടുംബത്തെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ എല്ലാ മുത്തുമൂമിനീങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ. അവരുടെ പേര് നിനക്കറിയാമല്ലോ, നാട് നിനക്കറിയാമല്ലോ, വീട് നിനക്കറിയാമല്ലോ, പേര് നിനക്കറിയാമല്ലോ, ഖൽബ് നിനക്കറിയാമല്ലോ, വിഷമങ്ങൾ നിനക്കറിയാമല്ലോ, രോഗങ്ങൾ നിനക്കറിയാമല്ലോ. മാനസികമായ, ശാരീരികമായ, കുടുംബപരമായ എല്ലാ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും വേദനകളും അറിയുന്ന അല്ലാമുൽ ഗയൂബായ റബ്ബേ, ഓരോരുത്തർക്കും വലിയ പരിഹാരം നീ നൽകണേ അല്ലാഹ്. ഓരോരുത്തരുടെ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ ഖൽബിന്റെ അകത്തളങ്ങളിലുള്ള എല്ലാ വേദനകൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഓരോരുത്തർക്കും നീ അവരുടെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാഹ്. അവരിൽ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. അവരിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ നല്ല സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. അവരിൽ മക്കളിൽ വിവാഹപ്രായമായവർക്ക് നല്ല ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിശ്ചയിച്ച കല്യാണങ്ങളെല്ലാം ഭംഗിയോടെ നടത്തി കൊടുക്കണേ അല്ലാഹ്. അവരിൽ യാത്ര ഉദ്ദേശിച്ചവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നീ നൽകണേ അല്ലാഹ്. ഒരാളെ പോലും നീ വിഷമത്തിലാക്കല്ല അല്ലാഹ്, പ്രയാസത്തിലാക്കല്ല അല്ലാഹ്, വേദനയിലാക്കല്ല അല്ലാഹ്. അവരിൽ ഓരോരുത്തരുടെ മക്കളെയും നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാഹ്. അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. മക്കൾക്ക് നല്ല ബുദ്ധി നീ കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഭാര്യയുടെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളുടെ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാഹ്. സർവ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സർവ ഷർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. ഒരാളെ മുന്നിലും അവരെ നീ വഷളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, അവരെന്ത് നീയത്ത് വെച്ചിട്ടാണോ മജ്‌ലിസിൽ പങ്കെടുത്തത്, അവരെ ഖൽബും ഹൃദയവും മനസ്സും അവരുടെ ആഗ്രഹങ്ങളും അറിയുന്ന അല്ലാമുൽ ഗയൂബായ അല്ലാഹ്, ഒരാളെ പോലും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കൂടെ എത്ര ആളുകളാ ഖുർആൻ ഓതാൻ ഉണ്ടായിരുന്നത്, ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും വാഖിഅ ഓതാനും ഹദ്ദാദ് ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും അസ്മാഉൽ ഹുസ്ന ചൊല്ലാനും ഉണ്ടായിരുന്നത്. അല്ലാഹുവേ, അവരിൽ എത്രയോ ആളുകൾ നല്ലവരായ മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, ഞങ്ങളെ മദനിയത്തെ വല്ലാതെ സ്നേഹിച്ചവർ, ഞങ്ങളെ പദ്ധതികളെ സഹായിച്ചവർ, ആറടി മണ്ണിലുള്ളവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ മുന്തിയ മിസ്ല സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മദനിയത്തിൽ പങ്കെടുക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ആരെല്ലാം മരിച്ച ഖബറിലുണ്ടോ, ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, മുഹിബ്ബയെ വെച്ചവർ, എല്ലാവരുടെ ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ല സവാബ് എത്തിച്ചു കൊടുത്ത് അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനേ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്.
കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ നാളെ നമ്മുടെ മദനിയത്തിൽ ഹജ്ജിന്റെ ക്ലാസ് നടക്കും. ഹജ്ജാജിമാർക്കുള്ള യാത്രയപ്പമാണ്. ഇൻഷാ അല്ലാഹ് അപ്പോഴേക്കും നല്ല സന്തോഷത്തിന്റെ വാർത്ത കിട്ടണം. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നാളത്തെ ഹജ്ജിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം. അതുപോലെ ഹജ്ജാജിമാരുടെ യാത്രയപ്പിൽ പങ്കെടുക്കണം. ഹജ്ജിന് പോകുന്നവരോട് നാളത്തെ മദനിയത്തിൽ പ്രത്യേകിച്ച് ഹജ്ജാജിമാരായ ഹജ്ജുമ്മമാരായ എല്ലാവരോടും ഹജ്ജിന് പോകുന്ന എല്ലാവരോടും നാളത്തെ മദനീയം പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് പറയണം. പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അധികം ആളുകളൊക്കെ മദനീയത്തിൽ പങ്കെടുക്കുന്നവരാണ്. എന്നിരുന്നാലും നാളെ പ്രത്യേകമായി ഹാജിമാർക്കുള്ള യാത്രയപ്പോൾ ഒരു പ്രത്യേകമായ നമ്മുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കണം, അറിയണം. ഹജ്ജിന് പോകുന്നവർക്ക് പോകാത്തവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് നാളത്തെ മദനീയ മജ്‌ലിസിൽ എല്ലാവരും പങ്കെടുക്കുന്നതോടൊപ്പം അവരോടൊക്കെ ഈ ഹാജിമാരോട് ഹജ്ജിന് പോകുന്ന എല്ലാവരോടും ഇൻഷാ അല്ലാഹ് പോകാൻ ഉദ്ദേശിക്കുന്നവരോട് എപ്പോഴാണ് വഴി തുറക്കാൻ അറിയില്ല. നാളത്തെ ഹജ്ജിന്റെ പരിപാടികളിൽ ഹജ്ജാജിമാർക്കുള്ള യാത്രയപ്പ് പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ഹജ്ജെല്ലാം അല്ലാഹു ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളെയും ഹജ്ജ് ചെയ്യാതെ നീ മരിപ്പിക്കില്ല അല്ലാഹ്. എല്ലാവർക്കും നീ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ഹജ്ജിന്റെ എല്ലാ വഴികളും റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ആളുകളുണ്ട്.